തുടരും. എന്താ പടം! ഇത് ഞാനിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണ്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് പടം കണ്ടത്. ഉച്ചയ്ക്ക് ഇവിടെ വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്ന ടൈമൊന്നും അല്ല അത്രയും. വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് കുറച്ചുകൂടെ. പക്ഷേ ഈ സിനിമയ്ക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 75% ആൾക്കാരുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഈ പടത്തിൻ്റെ റിവ്യൂസ് തന്നെ കണ്ടിട്ട് തന്നെ ആൾക്കാർ ഓൾറെഡി തന്നെ കാരണം ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ഈ പടത്തെക്കുറിച്ച് വന്നിട്ടില്ല ഇതുവരെയായിട്ട്. അന്യായ പെർഫോമൻസ്, അതായത് ആക്ഷൻ, കോമഡി, പെർഫോമൻസ്, സെൻറ്റിമെൻറ്റ്സ് എന്താ ഇല്ലാത്തതെന്ന് അറിയില്ല ഈ പടത്തിൽ. പിന്നെ ലാലേട്ടൻ ഈ 2.25 മണിക്കൂറുണ്ട് പടം. അങ്ങ് അഴിഞ്ഞാടുകയാണ് ലാലേട്ടൻ, ഒരു രക്ഷയില്ല. ഇപ്പം നമ്മൾ എമ്പുരാനിലും ആണെങ്കിലും ഒക്കെ കുറച്ച്, കാരണം അതിൻ്റെ അകത്തൊക്കെ എല്ലാവർക്കും ഈക്വലായിട്ട് കുറേ പോർഷൻ കൊടുക്കണമല്ലോ. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ തന്നെ ഫുള്ള്, എന്താ പറയുക, വാക്കുകളില്ല ആക്ച്വലി. എല്ലാവർക്കും ഒരു 2-3 പ്രാവശ്യമാണ് തിയേറ്ററിൽ കയ്യടികളുണ്ടായിരുന്നത്. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ബാക്കിയുള്ള ഇതിലൊക്കെ കാണുമ്പോൾ മിക്കയിടത്തും ഇത് തന്നെയാണെന്ന് പറയുന്നത്, കയ്യടി. അയ്യോ, തരൺമൂർത്തി എന്ന് പറഞ്ഞ ആളുടെ പടം, 2 പടങ്ങളും നമുക്ക് നല്ലൊരു ഇൻ്റർനാഷണൽ അറ്റൻഷൻ കിട്ടിയിട്ടുള്ള പടങ്ങളാണ്. ഈ പടം എന്ന് പറയുന്ന പുള്ളിയെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന പടമാണ്. ഒന്നും പറയാൻ വാക്കുകളില്ല ആക്ച്വലി. പക്ഷേ എന്താ പറയുക, ഇനി ഇതിൻ്റെ സീക്വൻസ് വരുമോ എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് എല്ലാം ഇതിലൊന്നും നമുക്ക് മാറ്റി നിർത്താനില്ല. ആദ്യത്തെ ഒരു മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ എല്ലാവരും ഭയങ്കര ചിരിയും ഭയങ്കര ഇതും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ജോണർ പതുക്കെ മാറി ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും പറയുന്ന പോലെ കുറച്ച് അധികം സെൻറ്റിയൊക്കെ ആയിട്ടാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ എങ്കിലും നമുക്കെന്തോ ലാലേട്ടൻ്റെ പെർഫോമൻസും കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇതിൽ മ്യൂസിക് ജേക്സ് ബിജോയ്, പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ചൊന്നും ആരും വേറെ റിവ്യൂസ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒന്നും പറയാനില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അന്യായ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നല്ലൊരു ഇമ്പാക്റ്റാണ് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് കുറേ മൊമെൻറ്റ്സ് ഉണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം വെച്ചിട്ട് നമുക്ക് ഭയങ്കര ത്രില്ലർ മൂഡും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ വില്ലൻ എടുത്ത് പറയേണ്ടതാണ്. ആ വില്ലൻ പുള്ളി എന്താണ് ചെയ്തു വെച്ചേക്കെന്ന് പറയാൻ പാടില്ല. പുള്ളി വർഗീസിൻ്റെ പകുതി വർഗീസും പിന്നെ വേറെ ഏതൊക്കെയോ ജോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിജു മേനോൻ്റെ ചേട്ടനോ അങ്ങനെയൊക്കെയുള്ള ടൈപ്പിലുള്ള ഒരു നമ്മുടെ ആ ഫിസിക്കൽ അപ്പിയറൻസിലൊക്കെ അന്യായ പെർഫോമൻസ്. പുള്ളിയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് പറ്റിയാണ് ഈ പടം. അയാളുടെ പേര് പ്രകാശ് വർമ്മ എന്ന് അങ്ങനത്തെ പറ്റിയാണ്. അതിപ്പോൾ ഗൂഗിളിൽ സെർച്ച്, അല്ലെങ്കിൽ പുള്ളിയുടെ വേറെ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നുമില്ല. പിന്നെ ബാക്കിയുള്ള ശോഭന മാമൊക്കെ നമുക്കറിയാമല്ലോ എന്താണ്, ഇവരുടെ നമ്മളുടെ കെമിസ്ട്രി കൂടെ കാണാനാണ് ആൾക്കാർ കൂടുതൽ ഫാമിലീസാണ് ഇപ്പോൾ ഇതിൻ്റെ വന്നേക്കുന്നത്. പക്ഷേ ഇത് എല്ലാ ജോണറിലും എല്ലാ ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മറ്റുള്ള ആ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. സോ എല്ലാവരും കാണുക. പടം നമുക്ക് വേറെ ലെവലിൽ കൊണ്ടുപോകാം. ഓക്കെ.